വിശദമായ വാർത്തയിലേക്ക്. തിരുവനന്തപുരം ആര്യൻകോട് പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട കാപ്പ കേസ് പ്രതി കൈലി കിരൺ പിടിയിൽ. കാട്ടാക്കടയിൽ നിന്നാണ് പിടിയിലായത്. നാട് കടത്തിയ പ്രതി വിലക്ക് ലംഘിച്ച് വീട്ടിലെത്തിയതറിഞ്ഞ് പിടികൂടാനെത്തിയ പോലീസിനെ ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. തുടർന്ന് ആര്യൻകോട് SHO വെടിവെച്ചെങ്കിലും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. നേരത്തെ കൈലി കിരൺ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങളും ന്യൂസ് 18 ലഭിച്ചു. ഒരു സാമൻസേ ഉള്ളൂ. ഒന്ന് ചെയ്യട്ടെ. നിന്നെ അടിക്കൂല, നിന്നെ ആരാ അടിക്കണേ? വെറുതെ കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. സാരംഗ്, എപ്പോഴായിരുന്നു പോലീസിനെ ആക്രമിച്ച് ഇയാൾ രക്ഷപ്പെട്ടത്? പിന്നെ എവിടെ നിന്നാണ് പിടിച്ചത്? ശ്രീ, ഇന്ന് രാവിലെ ആയിരുന്നു ഇത്തരത്തിൽ ഇയാളുടെ വീട്ടിലേക്ക് പോലീസ് സംഘം, ഈ ഒരു ആര്യങ്കോട് SHOയുടെ നേതൃത്വത്തിലുള്ള 6 അംഗ പോലീസ് സംഘം ഈ ഒരു വീട്ടിലേക്ക് എത്തുകയും തുടർന്ന് ഇയാൾ ഉടനെ, അതായത് വീട്ടിന് മുറ്റത്തേക്ക് എത്തിയ പോലീസുകാർക്ക് നേരെ ഈ ഒരു വാള് വീശിക്കൊണ്ട് ആക്രമണം നടത്തുകയായിരുന്നു. പിന്നീട് വീട്ടിനകത്തേക്ക് കയറുകയും തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ആക്രമണം, അതായത് വീശി ഈ ഒരു SHO അടക്കമുള്ള പോലീസുകാരെ ഉപദ്രവിക്കാനുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. അങ്ങനെയാണ് പോലീസിന് വെടിയുതിർക്കേണ്ടി വരുന്നത്. ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്, വലിയൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 തവണ കാപ്പ കേസിൽ ശിക്ഷിച്ചു. ഇത്തരത്തിൽ നാട് കടത്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്തരത്തിൽ ഒരു വലിയ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണെന്ന്. അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്താൻ പാടില്ല എന്ന കർശന നിർദ്ദേശം നിലനിൽക്കെ സ്വന്തം വീട്ടിലേക്ക് എത്തുകയും കഴിഞ്ഞ ദിവസം കൂട്ടുകാരികൾക്കൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു കേക്ക് മുറിക്കുന്ന അടക്കം നടത്തി. അതെല്ലാം പോലീസ് അറിയുകയും തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് ഈ ഒരു പോലീസ് വീട്ടിലേക്ക് എത്തുകയും പിടികൂടാനായി വീട്ടിലേക്ക് എത്തുകയായിരുന്നു. വീട്ടിലേക്ക് എത്തിയ സമയം ഇയാൾ ഈ ഒരു വാള് വീശിക്കൊണ്ട് പോലീസിനെ ആക്രമിക്കുന്നു. പലതവണ ഈ പറഞ്ഞ സംയമനം പാലിക്കണമെന്ന് പറയുകയും ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. പോലീസ് പറയുന്നുണ്ട് ഇപ്പോൾ സമൻസ് മാത്രമേ ഉള്ളൂ എന്ന തരത്തിലുള്ള
നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഇയാൾ ആക്രമിക്കാൻ മുതിരുകയാണെന്ന്, തുടർന്ന് വലിയൊരു ഈ ഒരു വാള് വീശിക്കൊണ്ടൊരു പരിക്കേൽപ്പിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നതോടെയാണ് ഈ ഒരു ആര്യങ്കാട് SHO വെടിയുതിർക്കുകയും തുടർന്ന് ഈ ഒരു വെടിയുണ്ട ഇയാളുടെ ദേഹത്ത് കൊള്ളാതെ ആ സമയത്ത് ഇയാൾ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. തുടർന്ന് കാട്ടാക്കട വെച്ച് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ, രാവിലെ ആയിരുന്നു അവിടെ എത്തിയത്, ഉച്ചയാകുമ്പോൾ തന്നെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വളരെ വലിയൊരു പോലീസ് സന്നാഹം ഇയാളെ പിടികൂടാൻ വേണ്ടി രംഗത്തിറങ്ങിയിരുന്നു. ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് വെടിയുതിർത്തതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. DIG അടക്കം ഇത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് നൽകിയിരുന്നത്. മാത്രമല്ല ഈ ഒരു 6 അംഗ പോലീസ് സംഘം ഉണ്ടായിട്ട് പോലും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല. അത്തരത്തിലുള്ള ഒരു വലിയ ആക്രമണ സ്വഭാവം ഇയാൾ കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വാൾ വീശി ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ ഒരു സ്വയരക്ഷ എന്ന തരത്തിൽ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട പ്രതിയെ പിന്നീട് കാട്ടാക്കട വെച്ചായിരുന്നു പിടികൂടിയത്. ഉടൻ തന്നെ ഈ ഒരു ആര്യങ്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർ നടപടികൾക്ക് വേണ്ടി സ്റ്റേഷനിലേക്ക് എത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഇതൊരു സ്ഥിരം കുറ്റവാളി ആയതുകൊണ്ട് തന്നെ വലിയൊരു സംഘം തന്നെയായിരുന്നു ഇയാളുടെ വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ എന്നിട്ടും ഇവർക്ക് പിടികൂടാനായില്ല. ഈ ഒരു ആക്രമണ സംഭവത്തിന് ശേഷം പോലീസ് വെടിയുതിർക്കി പിന്നീട് കാട്ടാക്കടയിൽ നിന്ന് ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ശരി, സാരൻ സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മാട്ടുമല സ്വദേശി ഷാരോണിന്റെ ഭാര്യ അർച്ചനയാണ് മരിച്ചത്. വീടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. യുവതിയെ ഭർത്താവ് മർദ്ദിച്ചിരുന്നതായി അർച്ചനയുടെ കുടുംബം ആരോപിച്ചു. അവളെ തല്ലിയെന്നുള്ളത് അറിഞ്ഞിട്ടാണ് അത് ഞങ്ങളെ അറിയിച്ചത് ആ കോളേജിന്റെ സെക്യൂരിറ്റി കാരനാണ്. അപ്പം അറിഞ്ഞപ്പോൾ തന്നെ അവളായിട്ട് എന്നെ സംസാരിക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞാൽ അവൾക്ക് ഫോണില്ല ഓൾറെഡി. അവൻ്റെ ഒരു ഫോണുള്ളത്. ആ ഒരു ഫോണിലേക്ക് അവനെ വിളിച്ചാലും അവളുടെ സംസാരിക്കാനായിട്ട് വിളിച്ചാലും കിട്ടില്ല. അവൻ കൂടുതലും എടുക്കില്ല. ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കാറുമില്ല. ഞാൻ തല്ലിയെന്ന് പറഞ്ഞ് വിളിച്ചെന്ന് അവനോട് പറയുകയും കൂടി ചെയ്തത്. അവളെ പറഞ്ഞു, നിന്നെ കൊണ്ട് അതിനെ പറ്റുള്ളൂ, അല്ലാണ്ട് അവളെ നോക്കി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇന്ന് നല്ല ഭാവി ഉണ്ടായിരുന്നറിയാം. ആ ക്ലാസ് ബസ്സൊക്കെ ആയിരുന്നു. അവള് പ്ലേസ്മെന്റ് കിട്ടി ചെന്നൈയില് ജോലിക്ക് പോയി. ജോലിക്ക് പോലും പിന്നെ വിട്ടിട്ടില്ല. വീട്ടൊക്കെ എടുത്ത് അവൾക്ക് കാനഡയിൽ സെറ്റിൽ ആവണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഉപദ്രവിച്ചുണ്ട് തോന്നുന്നുണ്ട്. അവനെന്തോ ടോർച്ചർ ചെയ്ത് അവിടെ ഇപ്പം അല്ലാണ്ട് പേടിപ്പിച്ച് നിർത്തണ പോലെ തോന്നിയിട്ടുള്ള. എപ്പോഴും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങളായിട്ട് അടുപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ വേദന. അത്രയും ക്രൂര മനസ്സാവില്ല. രണ്ടും ഞാൻ പറയാൻ കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ എന്നിട്ട് നമ്മളെ മക്കളും ഇവിടെ കൂടി കാരണം തൃശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി തീപ്പൊള്ളലേറ്റു മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കൊലപാതക സാധ്യത കൂടി അന്വേഷിക്കുകയാണ് പോലീസ്. ഈ യുവതി നിരന്തരം ഭർതൃപീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. മരിച്ച അർച്ചന 20 വയസ്സ് ആണ് ആ പെൺകുട്ടിക്കുള്ളത്. കഴിഞ്ഞ 6 മാസം മുൻപാണ് ഷാരോൺ എന്ന് പറയുന്ന യുവാവുമായി ഇവര് പ്രണയിച്ച് വിവാഹിതരായ സാഹചര്യമുണ്ട്. ഈ 6 മാസത്തിന് ഉള്ളിൽ തന്നെ അർച്ചന നിരന്തര പീഡനത്തിന് ഇരയായിട്ടുണ്ട്, ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. സമീപവാസികളും അർച്ചനയുടെ വീട്ടുകാരും ഒക്കെ അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഈ ഷാരോൺ എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവ് പെയിന്റിംഗ് തൊഴിലാളിയാണ്. നേരത്തെ തന്നെ ഇയാൾ കഞ്ചാവ് കേസിൽ പ്രതിയായിരുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടിയുള്ള ഒരാൾ കൂടിയാണ് ഈ ഷാരോൺ എന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ട്. ഷാരോണിന്റെ അമ്മ രജനിയെയും ഷാരോണിനെയും പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഈ വീടിന് പിന്നിലുള്ള ഒരു കാനയിൽ അർച്ചനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തീപ്പൊള്ളലേറ്റാണ് മരിച്ചിട്ടുള്ളത്. ജീവനൊടുക്കിയ സാഹചര്യമാണോ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ഷാരോൺ അർച്ചനയെ നിരന്തരം ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അർച്ചനയെ വീട്ടുകാരുമായി ഫോണിൽ സംസാരിക്കാൻ അനുവദിക്കില്ലായിരുന്നു. അതായത് അർച്ചനയുമായി കോണ്ടാക്ട് ആയിട്ട് തന്നെ ഒരുപാട് ദിവസങ്ങളായി
കാലങ്ങളായി എന്നുള്ള വെളിപ്പെടുത്തലാണ് വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്തായാലും അർച്ചനയെ കോളേജിന്റെ മുന്നിൽ വെച്ച് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വീട്ടുകാരെ അറിയിച്ചിരുന്നത് എന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. പരിശോധനയ്ക്ക് ശേഷമേ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് അറിയുന്നത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് അർച്ചനയുടെ മൃതദേഹം ഈ വീടിന്റെ പിന്നിലുള്ള കാനയിൽ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അർച്ചന ഗർഭിണിയുമാണ്. 6 മാസം മുൻപാണ് ഇവർ വിവാഹിതരായതും. ഇതിനിടയിൽ അർച്ചന നിരന്തരമായി ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നും ഭർത്താവ് നിരന്തരം അർച്ചനയെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും സംശയത്തിന്റെ പേരിലാണ് അർച്ചനയെ കൂടുതൽ മർദ്ദിച്ചിരുന്നതെന്നുള്ള വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത്. അതേസമയം അമ്മ രജനിയും അർച്ചനയെ ഉപദ്രവിച്ചിരുന്നതായും ഈ ഗാർഹിക പീഡനത്തിന് ഉള്ള ഇടം ഉണ്ടാക്കി കൊടുക്കുന്നു. ഷാരോണിന് അത്തരത്തിൽ ഈ സ്ത്രീയെ ഉപദ്രവിക്കാൻ, ഈ അർച്ചനയെ ഉപദ്രവിക്കാനുള്ള സാഹചര്യമൊക്കെ അമ്മയുടെ ഭാഗത്തുനിന്നും അത്തരം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുമുള്ള ആരോപണം കൂടിയുണ്ട്. എന്തായാലും അമ്മ രജനിയെയും ഈ ഷാരോണിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. വിഷയത്തിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ, കൂടുതൽ പേര് ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. മൂലപ്പാടത്താണ് സംഭവം. ജാർഖണ്ഡ് സ്വദേശി ചാരു ഒറവോൺ ആണ് മരിച്ചത്. രാവിലെ ടാപ്പിംഗ് കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് മടങ്ങവെയാണ് ആന ആക്രമിച്ചത്. ഒന്നും കിട്ടില്ല. അതിൽ ആന ഇവിടെ കടന്നിക്കാണ്ട് ഇങ്ങനെ ചീർന്നുണ്ട്, എന്തൊക്കെ കാട്ടണുണ്ട്. ഇതാ ഞാൻ കാണുന്നത്. ഞാൻ അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ ആന അങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും മണ്ടി. അപ്പോൾ ഞാനും മണ്ടി. ആന അതിൽ പോയപ്പോൾ ഓരോ വൈത്താല പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ചാരൂർ ഉണ്ടായിരുന്നില്ലടാ അവിടെ, ഓനെന്ന് ചോദിച്ചു. ഓനോടെ പാറപ്പുറത്തുണ്ട് കാരണം അപ്പോൾ ഓലിനോട് ഓനെ ചവിട്ടി കാട്ടിയെന്ന് പാരക്കറിയാണ്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ദാരുണമായ ഒരു സംഭവമാണ്. എപ്പോഴായിരുന്നു ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്? അശ്വതി, രാവിലെ 9:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. നിലമ്പൂർ മൂലേപ്പാടം മേഖലയിൽ ഇന്നലെ കാട്ടാനകളുടെ വലിയ ശല്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ മേഖലയിലെ റബ്ബർ എസ്റ്റേറ്റിൽ ജോലി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു ഇപ്പോൾ അന്തരിച്ച ജാർഖണ്ഡ് സ്വദേശി ചാരു ഒറോണും അതേപോലെ ഒപ്പമുള്ളവരും. ഇദ്ദേഹം മുമ്പിലായിരുന്നു നടന്നിരുന്നത്. ആന വരുന്നത് കണ്ട് പുറകിലുള്ളവർ വിളിച്ചു പറഞ്ഞെങ്കിലും ഇദ്ദേഹം ഫോണിലായതിനാൽ കേട്ടില്ലെന്നും തുടർന്ന് ഒപ്പമുള്ളവർ ഓടി സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറുകയും പക്ഷേ കാട്ടാന ചാരു ഒറോണിനെ ആക്രമിക്കുകയും ചെയ്തു. അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു മേഖല നേരത്തെ തന്നെ കാട്ടാന ശല്യം ധാരാളമുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പകൽ പോലും ഇവിടെ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെന്ന പരാതി ഈ നാട്ടുകാർ കാലങ്ങളായിട്ട് ഉന്നയിക്കുന്നതാണ്. ഇപ്പോൾ ഈ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന അന്യ സംസ്ഥാനത്തുള്ള തൊഴിലാളി കൂടി ഈ റബ്ബർ എസ്റ്റേറ്റിലെ തൊഴിലാളിയാണ് അദ്ദേഹം. മരിച്ച സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ഇവിടെ ഉയരുന്നുണ്ട്. നിലമ്പൂർ വനമേഖലയിൽ നിന്നും ഇവിടേക്ക് ആനകൾ വരുന്നത് പതിവാകുന്ന സാഹചര്യത്തിൽ അവിടെ ആനകൾ വരുന്നത് തടയാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. നേരത്തെ തന്നെ വന്യജീവി ശല്യത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്ന നാടുകൂടിയാണ് ഈ മൂലേപ്പാടം അടക്കമുള്ള മേഖലകൾ. അശ്വതി, ശരി അനുമോദ്. പത്തനംതിട്ട കോന്നി തൂമ്പാക്കുളത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞു മരിച്ച വിദ്യാർത്ഥികളുടെ സംസ്കാര ചടങ്ങ് ഇന്ന് നടക്കും. ഇരുവരും പഠിച്ച കരിമാൻതോട്ടിലെ ശ്രീനാരായണ സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. 8 വയസ്സുള്ള ആദിലക്ഷ്മിയും 4 വയസ്സുകാരൻ യദു കൃഷ്ണനുമാണ് അപകടത്തിൽ മരിച്ചത്. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശി, വലിയ ദുഃഖകരമായ വാർത്തയാണ് ഇന്നലെ നമ്മളെ തേടിയെത്തിയത്. എപ്പോഴാണ് കുഞ്ഞുങ്ങളുടെ സംസ്കാരം നടത്തുക? അശ്വതി, എന്തായാലും ഈ കുട്ടികളുടെ രണ്ടുപേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ തന്നെ പൂർത്തിയാക്കി. ആദിലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലും യദുകൃഷ്ണന്റെ കോന്നി മെഡിക്കൽ കോളേജിലുമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അവർ പഠിച്ചിരുന്ന കരുമാത്തോട്ടിലെ
ശ്രീനാരായണ സ്കൂളിൽ പൊതുദർശനം വെച്ചു. ആ പൊതുദർശന ചടങ്ങുകൾ അവിടെ പൂർത്തിയായിരിക്കുന്നു. അല്പം പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നുള്ളത്. ഏകദേശം 2:30 സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്നും അറിയുന്നത്. എന്തായാലും ഇന്നലെ 4 മണിക്ക് സ്കൂൾ വിട്ടതിന് ശേഷം മടങ്ങിപ്പോകുമ്പോൾ ഓട്ടോറിക്ഷയിൽ മടങ്ങിപ്പോകുമ്പോഴാണ് ഈ അപകടമുണ്ടാകുന്നത്. അപകടമുണ്ടാകുന്ന സമയത്ത് 6 കുട്ടികളാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ആ അപകടത്തിലാണ് ഈ ആദിലക്ഷ്മിയും ഒപ്പം യദുകൃഷ്ണനും മരണമടഞ്ഞത്. രണ്ടുപേരും ഈ 4.5 വയസ്സുകാരനാണ് യദുകൃഷ്ണൻ. ആദിലക്ഷ്മി 8 വയസ്സുള്ള കുട്ടിയാണ്. ഈ റോഡില് ഈ പാമ്പ് കിടന്നതിനെ കണ്ട് ഓട്ടോറിക്ഷ വെട്ടിച്ചു മാറ്റിയപ്പോഴാണ് ഈ അപകടമുണ്ടായ താഴ്ചയിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞാണ് കുട്ടികൾ രണ്ടുപേരും മരിച്ചത്. വലിയ നാടിനെ സംബന്ധിച്ച് വലിയ ദുഃഖമുള്ള കാര്യമാണ്. ഇന്നലെ തന്നെ 2 കുട്ടികളെയും അവിടെ നിന്നും നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെ സ്ഥാനത്തിലാണ് ഈ കുട്ടികളെല്ലാം അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. ബാക്കി 4 കുട്ടികൾക്ക് സാരമായ ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ 2 കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വലിയ അഗാധമായ കുഴിയിലേക്കാണ് ഓട്ടോറിക്ഷ മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ സ്പോട്ടിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടയുന്ന സാഹചര്യമുണ്ട്. എന്തായാലും പ്രദർശനത്തിന് സ്കൂളിൽ നിരവധി കുട്ടികൾ നാട്ടുകാരും ഒപ്പം പഠിച്ച കുട്ടികളും ഒക്കെ അന്ത്യോപരം അർപ്പിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. എന്തായാലും 2:30 തന്നെ കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ആതിരയുടെ അച്ഛൻ രാവിലെയാണ് നെടുമ്പാശ്ശേരി വിദേശത്തായിരുന്നു. രാവിലെ നെടുമ്പാശ്ശേരിയിലെത്തി, അവിടെ നിന്നും വീട്ടിലെത്തി. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകളെ കുറിച്ചൊക്കെ തീരുമാനിച്ചത്. എന്തായാലും 2:30 നടക്കുമെന്നാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്നത്. എന്തായാലും ദുഃഖകരമായ ഒരു വാർത്തയാണ്. ശശി, താങ്ങാവുന്നതിലും അപ്പുറമാണ് ആ ദുഃഖം. ചെറിയ 2 കുട്ടികളാണ് മരിച്ചത്. ഈ പാമ്പിനെ കണ്ട് വെട്ടിക്കുമ്പോഴാണ് ഈ അപകടമുണ്ടായത്, ഓട്ടോ വെട്ടിക്കുമ്പോഴാണ് അപകടമുണ്ടായത് എന്നറിയുന്നു. ആ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? സ്ഥിരമായി ഈ ഓട്ടോയിൽ തന്നെയായിരുന്നു ഈ കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരുന്നത്? അശ്വതി, ഈ കുട്ടികൾ അവിടെ സാധാരണ സ്കൂൾ ബസ്സുകളൊന്നും ഇല്ലാത്തൊരു ഇടമാണ്, വനപ്രദേശമാണ്. നമുക്കറിയാം ഈ മലയോര മേഖലയാണ്. അവിടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വന്നാൽ പിന്നെ തിരിച്ചു കൊണ്ടുവന്ന ഓട്ടോറിക്ഷ പോലെ ജീപ്പിലോ ഒക്കെയാണ്. ഇന്നലെ ഈ ഓട്ടോറിക്ഷ വന്ന സമയത്താണ് ഈ റോഡിൽ പാമ്പ് കിടക്കുകയും അത് ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ വെട്ടിച്ചു മാറ്റിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആദ്യം ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് 5 കുട്ടികളാണ് ഉണ്ടായിരുന്നതാണ് ആദ്യത്തെ പ്രാഥമിക വിലയിരുത്തലുണ്ടായത്. പിന്നീട് ഈ കുട്ടികളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ കൊണ്ടുവരുന്ന ശേഷമാണ് യദുകൃഷ്ണനെ കൂടി കാണാനുണ്ടെന്ന് പറയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാത്രിയോടുകൂടിയാണ് ഫയർഫോഴ്സിന്റെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ അന്വേഷണം നടത്തുകയും തെരച്ചിൽ നടത്തുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തോട്ടിലെ വെള്ളത്തില് യദുകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും 4.5 വയസ്സാണ് യദുകൃഷ്ണനുള്ളത്. അങ്ങനെയാണ് 5 കുട്ടികൾ എന്നുള്ള 6 കുട്ടികളാണ് വണ്ടിയിലുണ്ടായിരുന്നത്. ബാക്കി ഈ ഡ്രൈവറും ഒപ്പം ഒരു സ്ത്രീയും കൂടി, ഈ കുട്ടികളുടെ ഒരു രക്ഷിതാവ് കൂടി ഒരു സ്ത്രീ കൂടി വണ്ടി കയറിയിരുന്നു. എന്തായാലും ബാക്കിയുള്ളവർക്കെല്ലാം ചെറിയ പരിക്കുകളുള്ളൂ. പക്ഷെ 2 കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേസമയം ആ നാടിനെ സംബന്ധിച്ചും വലിയ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. നമുക്കറിയാം ആ പ്രദേശത്ത് ചെറിയ കുട്ടികളാണ്. ഒരാൾക്ക് ആദിലക്ഷ്മിക്ക് 8 വയസ്സും ഈ യദുകൃഷ്ണന് 4.5 വയസ്സുമാണുള്ളത്. അപ്രതീക്ഷിതമായ ഒരു അപകടത്തിൽ ഈ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടത് നാടിനെ സംബന്ധിച്ചും ആ പ്രദേശത്തെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചും ഒരു തീരാ നഷ്ടമാണ്. എന്തായാലും 2:30 തന്നെ കുട്ടികളുടെ സംസ്കാര ചടങ്ങ് നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നാടിന്റെ വലിയ രീതിയിൽ ആ പ്രദേശത്തുള്ള ഗ്രാമമാണ്. പ്രദേശവാസികളെല്ലാം ഒന്നടങ്കം ഈ വീട്ടിലേക്ക് എത്തി ഈ കുഞ്ഞുങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരിക്കുകയാണ്. സ്കൂളിലും പ്രദർശനത്തിലും വലിയ രീതിയിലുള്ള അധ്യാപകരും രക്ഷിതാക്കളും അടക്കം കുട്ടികളടക്കം കൂടെ പഠിച്ച സഹപാഠികളടക്കം നിരവധി പേരാണ് എത്തി അന്തിമോപചാരം അർപ്പിച്ചത്. എന്തായാലും മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 2:30 സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. വലിയ ദുഃഖത്തിലാണ് ഈ കരിമാണ്ടോട് പ്രദേശവും എന്തായാലും നാട്ടുകാരും. അശ്വതി, 4.5 വയസ്സുള്ള കുഞ്ഞും 8 വയസ്സുകാരിയുമാണ് മരിച്ചത്. സ്കൂളിൽ പോകാൻ തുടങ്ങിയതേയുള്ളൂ യദു എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. അത്രത്തോളം ദുഃഖം താങ്ങാനാകാത്ത അവസ്ഥയിലാണ് ആ നാട്. 2:30 രണ്ടുപേരുടെയും സംസ്കാരമുണ്ടാകും. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർണായക മൊഴി നൽകി എ പത്മകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് തന്ത്രി കണ്ഠരര് രാജീവരാണെന്നാണ് വെളിപ്പെടുത്തൽ. കേസിൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. പത്മകുമാറിനെ തിരികെ കോടതിയിൽ ഹാജരാക്കും മുമ്പ് തട്ടിപ്പിന്റെ ഗൂഢാലോചന സംബന്ധിച്ച് പരമാവധി വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള നീക്കമാണ് SIT നടത്തുന്നത്. പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ഭൂമി ഇടപാടുകളെക്കുറിച്ചും അന്വേഷണ സംഘത്തിന് ഇതിനോടകം ലഭിച്ചിരിക്കുന്ന തെളിവുകൾ സംബന്ധിച്ച് ചോദ്യം ചെയ്യൽ തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിനിടയിലാണ് നിർണായകമായ മൊഴി പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തി നൽകിയത് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്ന മൊഴിയാണ്
അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ എ പത്മകുമാർ നൽകിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധം എന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള അന്വേഷണത്തിനാണ് SIT. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഈ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്ത്രിമാരെ ഉദ്യോഗസ്ഥർ SIT ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതെന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ശബരിമലയിലെ തന്ത്രിമാർക്ക് ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന കോളിളക്കം ചെറുതായിരിക്കില്ല. ഒരുപക്ഷെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു സ്പോൺസർ എന്ന നിലയിലുള്ള ബന്ധത്തിനപ്പുറത്തേക്ക് തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് ബന്ധമുള്ളതായുള്ള പരാമർശങ്ങൾ ഇതുവരെ കോടതിയുടെ ഭാഗത്തു നിന്നോ അതല്ല എങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രിയാണ് എ പത്മകുമാറിനെ പരിചയപ്പെടുത്തിയതെന്ന മൊഴി വളരെ ഗൗരവത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ദിശയിൽ വിശദമായ അന്വേഷണം SIT നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ച് തിരികെ കോടതിയിൽ ഹാജരാക്കുമെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലായി എല്ലാ പ്രതികളെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം കൂടി SITയുടെ ഭാഗത്തു നിന്നുണ്ടാകും. മാത്രവുമല്ല ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇടക്കാല റിപ്പോർട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ സമർപ്പിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇടക്കാല റിപ്പോർട്ടിൽ പത്മകുമാർ നൽകിയ മൊഴിയിലെ വിശദാംശങ്ങൾ സംബന്ധിച്ച് നടത്തിയ പരിശോധനയിലെ കണ്ടെത്തലുകൾ കൂടി ചേർത്തുകൊണ്ടായിരിക്കും സമഗ്രമായ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നാണ് വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കോടതിയിൽ ഹാജരാക്കി. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഇരുവരെയും ഹാജരാക്കിയത്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് പ്രതികളെ എത്തിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ പേരിൽ CPM നടപടിയെടുക്കാത്തത് എന്തെന്ന് രമേശ് ചെന്നിത്തല. നടപടിയെടുത്താൽ പത്മകുമാർ പലതും വിളിച്ചു പറയുമെന്നും ചെന്നിത്തല പറഞ്ഞു. കാരണം പത്മകുമാർ യഥാർത്ഥ കാര്യങ്ങൾ വിളിച്ചു പറയുമെന്നുള്ള പേടിയാണ് CPM നേതൃത്വത്തിനുള്ളത്. ആ ഭയം കൊണ്ടാണ് പത്മകുമാറിന്റെ പേരിൽ അതോടൊപ്പം തന്നെ വാസുവിന്റെ പേരിലൊന്നും പാർട്ടി നടപടിയെടുക്കാത്തത്. പാർട്ടി നടപടിയെടുത്താൽ അവർ പലതും വിളിച്ചു പറയും. അത് കാരണഭൂതൻ ഉൾപ്പെടെയുള്ളവർക്ക് പ്രശ്നമാകും. അതുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത്. അദ്ദേഹം പറഞ്ഞത് എന്താ, ദൈവതുല്യനായ ഒരാൾ പറഞ്ഞുകൊണ്ടാണതാണ്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ദൈവഭൂതൻ എന്ന് പറഞ്ഞാൽ കാരണഭൂതനാണ്, അല്ലാതെ പിന്നെ ആരാണ്? അപ്പൊ അതുകൊണ്ടാണ് പത്മകുമാറിന്റെ പേരിൽ നടപടി ഉണ്ടാകാത്തത്. കടകംപള്ളി സുരേന്ദ്രനും ഇതിൽ പങ്കുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ നടപടി ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായിട്ടുണ്ടാകും. ഏതായാലും അമ്പലം കൊള്ളയിൽ നിന്ന്, ഈ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് CPM ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. 2 തവണ കഴിഞ്ഞ 10 വർഷം അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ഭരിക്കുന്നത്. അവരുടെ മന്ത്രിമാരാണുള്ളത്. ശബരിമലയിലെ 30.8 കിലോ സ്വർണം വിജയമല്യ കൊടുത്ത സ്വർണം അടിച്ചു മാറ്റിയതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ AICCക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സജൻ. വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്നാണ് ആവശ്യം. ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ഗൌരവത്തോടെ ചർച്ച ചെയ്യണം. സ്ത്രീപക്ഷ നിലപാടുകളിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന സംശയം ജനങ്ങളിൽ നിന്നും മാറ്റണമെന്നും സജന പരാതിയിൽ പറയുന്നു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, രാഹുലിനെതിരെ നടപടിയെടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല നേതാക്കളും ഒഴിഞ്ഞു മാറുമ്പോൾ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു ആവശ്യം വരികയാണ്. ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക? കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ സജന പരസ്യ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രാഹുലിനെതിരെ രംഗത്തെത്തിയത്. തുടർന്ന് സജനയ്ക്കെതിരെ വലിയ തരത്തിലുള്ള സൈബർ അധിക്ഷേപം ആരംഭിച്ചതോടെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൈമാറാനുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെയാണ് ഇപ്പോൾ AICC നേതൃത്വത്തിന് പരാതി അയച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് ഉൾപ്പെടെയാണ് പരാതി ഇമെയിലായി അയച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി ഉയർന്നു വന്ന ആരോപണങ്ങളുടെ വസ്തുത ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വനിതകൾ ഉൾപ്പെട്ട ഒരു സമിതിയെ നിയോഗിക്കണമെന്നും ആ സമിതിയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് പാർട്ടി കടക്കണമെന്നും പാർട്ടിയുടേത് സ്ത്രീപക്ഷ നിലപാട് തന്നെയാണ് എന്ന ബോധ്യം പൊതുസമൂഹത്തിൽ ഉണ്ടാകാനായി ഇത്തരം സുതാര്യമായ ഒരു അന്വേഷണം അനിവാര്യമാണ് എന്നുമാണ് ഈ പരാതിയിൽ പ്രധാനമായി എടുത്തു പറയുന്നത്. എത്ര വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് സജന AICC നേതൃത്വത്തിന് ഇപ്പോൾ പരാതി കൈമാറിയിരിക്കുന്നത്. ശരിടാ.
അതേസമയം ലൈംഗിക ആരോപണ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞുവെന്ന് രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ CPM എടുത്തിടുന്നതാണ് ഇത്തരം വിവാദമെന്നും ചെന്നിത്തല പറഞ്ഞു. 3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അതൊക്കെ 3-4 തവണ നമ്മൾ വിശദീകരിച്ചാണ്. അത് ഈ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം CPM എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആയുധമാണ്. ആ ആയുധത്തെ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. വെൽഫെയർ പാർട്ടിയുടെ മുന്നണി പ്രവേശനം ആലോചിച്ചിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. അവർ ആവശ്യപ്പെട്ടിട്ടുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലോക്കൽ അറേഞ്ച്മെന്റ്സ് ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ് അതെന്നും ചെന്നിത്തല പറഞ്ഞു. ഒരിക്കലുമല്ല. വെൽഫെയർ പാർട്ടി മുന്നണിക്കകത്തില്ല. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകുമ്പോൾ നാട്ടിലുള്ള വ്യക്തികൾ, സംഘടനകൾ, പല പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ലോക്കൽ അറേഞ്ച്മെന്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാകും. പഞ്ചായത്ത് ഇലക്ഷന്റെ പ്രത്യേകത അതെയാണ്. എല്ലായിടത്തും ഉണ്ടാകും. ചില സംഘടനകളുമായിട്ടും സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായിട്ടും ഒക്കെ ചിലപ്പോൾ ആളുകൾ ബന്ധപ്പെട്ടിരിക്കും. അതിന്റെ അർത്ഥം വെൽഫെയർ പാർട്ടിയെ UDF എടുത്തു എന്നുള്ള പ്രചരണമാണ്. അത് CPMന്റെ പ്രചരണമാണ്. ഇത്രയും കാലം വെൽഫെയർ പാർട്ടിയെയും SDPIയുടെ വോട്ട് വാങ്ങി ജയിച്ചവരാണ് ഈ CPMക്കാർ എല്ലാ കാലത്തും. ഞാൻ വളരെ വ്യക്തമാക്കുന്നു, UDFനകത്ത് വെൽഫെയർ പാർട്ടി ഇല്ല. UDFൽ അവരെ എടുത്തിട്ടുമില്ല. ലോക്കലായ ഇലക്ഷനാണ്. ലോക്കലായ ഇലക്ഷനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രായിരം വാർഡുകളിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ വാർഡും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സംഘടനകളുമായി, പ്രസ്ഥാനങ്ങളുമായും വ്യക്തികളുമായിട്ടൊക്കെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എപ്പോഴും കൂട്ടുകെട്ടുകളോ നീക്കുപോക്കുകളോ ഉണ്ടാക്കാറുണ്ട്. മുനമ്പം ഭൂസമരം അവസാനിപ്പിക്കുന്നു. ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടാകും. ഭൂനികുതി താൽക്കാലികമായി സ്വീകരിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നീക്കം. മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. രാഷ്ട്രീയ സാമുദായിക സംഘടനകളെ പങ്കെടുപ്പിച്ച് സമ്മേളനം നടത്താനും തീരുമാനം. മുനമ്പം ഭൂസംരക്ഷണ സമിതി നടത്തിക്കൊണ്ടുവന്നിരുന്ന സമരം നിർത്തിവെക്കുന്നതിലേക്ക് ഉള്ള ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത്. സമരം ഇപ്പോൾ 411 ദിവസത്തിലധികം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ അനുകൂല ഉത്തരവിൻ്റെ സാഹചര്യം, അതായത് ഉടമകൾക്ക് അവരുടെ നികുതി ഒടുക്കാൻ, കരമടക്കാനുള്ള സാവകാശം നൽകാനുള്ള ഹൈക്കോടതി ഉത്തരവിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഒരു പുതിയ തീരുമാനത്തിലേക്ക് അവർ കടക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ മുനമ്പം നിവാസികൾക്ക് ഭൂനികുതി അടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഹൈക്കോടതി ചില ഉപാധികൾക്ക് വിധേയമായിട്ടാണ് ഇത് അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഡിസംബർ 17 ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതുവരെയും കരമൊടുക്കാം എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇനി സമരം തുടരണമോ എന്ന കാര്യത്തിൽ ഇന്ന് ചേരുന്ന ആലോചനാ യോഗം ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്ന് മുനമ്പം ഭൂസംരക്ഷണ സമിതി ഭാരവാഹി കൂടിയായ ജോസഫ് ബെന്നി പറഞ്ഞു. അച്ഛന്റെ സൗകര്യം അനുസരിച്ചിട്ട് കോർ കമ്മിറ്റി കൂടുകയും അതിനുശേഷം നമ്മൾ സമുദായ സംഗമം നടത്തി എല്ലാ സമുദായ നേതാക്കന്മാരുടെ സ്റ്റേറ്റ് ഭാരവാഹികളും നേതാക്കന്മാരും എല്ലാവരും ഉൾപ്പെടെയായിരിക്കും നമ്മളൊരു പിൻവാങ്ങൽ ഉണ്ടാവുന്നത്. അതേസമയം സർക്കാർ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ നിർബന്ധിതമാകുകയായിരുന്നു. വലിയ രീതിയിലുള്ള സാമുദായികമായ പ്രക്ഷോഭങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ടായിരുന്നു. സഭ ഒന്നടങ്കം ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെയാണ് സർക്കാരിന് ഈ വിഷയത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള അനുകൂല തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്ന് കാത്തലിക് കൗൺസിലിൻ്റെ അംഗം കൂടിയായ കാത്തലിക് കോൺഗ്രസ് ഭാരവാഹി കൂടിയായ ഫാദർ ഫിലിപ്പ് കവീൽ പ്രതികരിച്ചു. രാഷ്ട്രീയ ഇടപെടലുകൾ എപ്പോഴാണ് ഉണ്ടായത്? ഈ നാട്ടിലെ സഭാ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഈ വിശ്വാസത്തിന് അതീതമായിട്ട് എല്ലാ മതവിശ്വാസികളെയും ചേർത്ത് നിർത്തി മുനമ്പത്തെ സാധാരണക്കാരന് വേണ്ടി സംസാരിച്ചു. ഈ പൗരന്റെ അവകാശങ്ങൾ നടത്തി കൊടുക്കേണ്ടത് ഭരണകൂടമാണ്, സർക്കാരാണ്. പക്ഷെ സർക്കാരുകൾ നിക്ഷിപ്ത താല്പര്യത്തോടെ അതിന് തയ്യാറാകാതെ വരുമ്പോൾ ഈ മുനമ്പത്തെ ആളുകളെ പോലെയുള്ള പാവപ്പെട്ട പൗരന്മാർക്ക് നീതി ലഭിക്കാതെ വരുന്നു എന്നത് ദുഃഖകരമാണ്. BJP ഈ വിഷയത്തിൽ അനുകൂല നിലപാട് തന്നെയാണ് എക്കാലവും സ്വീകരിച്ചിട്ടുള്ളതെന്നും സുപ്രീം കോടതിയിൽ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട ഈ വഖഫിന് അനുകൂലമായിട്ട് ഒരു അറിവി ഹർജി അടക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഈ കേസിലടക്കം BJP ഇതിൽ കേന്ദ്ര സർക്കാരിനോട് കക്ഷി ചേരണമെന്ന് BJP ആവശ്യപ്പെടുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ഷോൺ ജോർജ് പറഞ്ഞു. ഇതിൽ സർക്കാരിനെ ഈ വിഷയത്തിലടക്കം ഇടപെടാൻ നിർബന്ധിതമാക്കിയത് വലിയ പ്രക്ഷോഭങ്ങളുടെ തുടർച്ച കൊണ്ടാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇപ്പം സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്പീല് മുനമ്പം വഖഫ് സംരക്ഷണ സമിതി നൽകിയിട്ടുണ്ട്. ആ കേസിൽ ഞങ്ങള് കേന്ദ്ര സർക്കാരിനോട് കക്ഷി ചേരണമെന്ന് സംസ്ഥാന BJP നേതൃത്വം ആവശ്യപ്പെടുകയാണ്. കേന്ദ്ര സർക്കാർ ആ കേസിൽ കക്ഷി ചേർന്നാൽ മാത്രമേ ശാശ്വതമായ ഒരു പരിഹാരം സുപ്രീം കോടതിയിൽ നിന്നും ലഭിക്കുകയുള്ളൂ.
എന്തായാലും മുനമ്പം നിവാസികൾ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടുവന്നിരുന്ന സമരത്തിന് ഒരു പ്രത്യക്ഷത്തിലുള്ള സമരത്തിന് ഒരുപക്ഷെ അത് അവസാനമുണ്ടായേക്കാം. എന്നാൽ അനുകൂലമായൊരു സാഹചര്യം സുപ്രീം കോടതിയിൽ നിന്ന് അടക്കം അനുകൂലമായൊരു സാഹചര്യം ഈ വിഷയത്തിൽ ഉണ്ടാകും വരെ സമരം തുടരണം എന്ന ഒരു നിലപാടും സമരസമിതിക്കുണ്ട്. അത് ഏത് രീതിയിലുള്ള സമരമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി ആലോചനകൾ നടക്കുന്നത്. ദേവസ്വത്തിന്റെ സ്വത്ത് ആരപഹരിക്കാൻ ശ്രമിച്ചാലും അവർ കുറ്റക്കാരാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അവർ ശിക്ഷിക്കപ്പെടണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അവിടെ ദേവസ്വത്തിന്റെ സ്വത്ത്, ശബരിമലയുടെ സ്വത്ത് ആരപഹരിക്കാൻ ശ്രമിച്ചാൽ അവർ കുറ്റക്കാരാണ്. ആ കുറ്റക്കാരെ ശിക്ഷിക്കണം. ശിക്ഷിക്കുവാൻ വേണ്ടി LDF-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM-ഉം നിലകൊള്ളുമെന്ന് ആ നിലപാട് CPI വ്യക്തമാക്കുന്നു. CPM ആ നിലപാട് ആദ്യം തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം ആശയക്കുഴപ്പമില്ല. ആർ തന്നെ ആയാലും X ആകട്ടെ Y ആകട്ടെ ദൈവത്തിന്റെ സ്വത്ത് അപഹരിക്കുന്നവർ ആരായാലും കള്ളന്മാരാണ്. ഹോങ്കോങ്ങിലെ വടക്കൻ തായ്പോയിൽ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 44ആയി. 300-ലധികം പേരെ കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ വൈകിട്ടോടെ ഉണ്ടായ തീ കെടുത്താൻ വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇന്ന് രാത്രിയോടെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണം തെരഞ്ഞ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോങ്കോങ്ങിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീപിടുത്ത ദുരന്തങ്ങളിലൊന്നാണ് ഇന്നലെ ഉണ്ടായത്. വോങ് ഫുക് കോർട്ട് എന്ന 31 നിലകളും 8 ബ്ലോക്കുകളുമുള്ള കെട്ടിടത്തിലാണ് ഇന്നലെ വൈകിട്ടോടെ തീ പടർന്നു പിടിച്ചത്. 2000 അപ്പാർട്ട്മെന്റുകളിലായി 100 കണക്കിന് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത്. തൊഴിലാളികളുടെ കൂറ്റൻ മുളഗോവണികളും ജനാലകളുടെ ഭാഗത്ത് സ്ഥാപിച്ച പോളിസ്റ്റൈറീൻ ബോർഡുകളും ദുരന്തത്തിന്റെ ആഘാതമേറ്റി. അതിവേഗത്തിൽ തീ മറ്റു കെട്ടിടങ്ങളിലേക്ക് പകരുന്നതിന് ഈ നിർമ്മാണ സാമഗ്രികൾ കാരണമായെന്നാണ് കണ്ടെത്തൽ. ദുരന്തത്തിൽ നിർമ്മാണ കമ്പനിയുടെ 2 ഡയറക്ടർമാരെയും എഞ്ചിനീയറെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ അനാസ്ഥയാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്നും തീപിടുത്തം പ്രതിരോധിക്കാനുള്ള ഒരു മുൻകരുതലും കമ്പനി സ്വീകരിച്ചിരുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം തീ പിടിച്ചതെങ്ങനെയെന്ന് വ്യക്തമായിട്ടില്ല. തീപിടുത്തമുണ്ടായ കെട്ടിട സമുച്ചയത്തിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. എന്നാൽ കനത്ത ചൂട് മുകൾ നിലകളിലേക്ക് എത്തിച്ചേരുന്നതിന് രക്ഷാപ്രവർത്തകർക്ക് തടസ്സമാകുന്നുണ്ട്. 8 കെട്ടിടങ്ങളിലേക്കാണ് തീ പടർന്നു പിടിച്ചത്. ഇതിൽ 4 എണ്ണത്തിലെ തീ നിയന്ത്രണ വിധേയമാക്കിയതായി അഗ്നിരക്ഷാ സേനയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡെറക് ആംസ്ട്രോങ് അറിയിച്ചു. 800-ലേറെ അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് മണിക്കൂറുകളായി തുടരുന്ന തീ അണയ്ക്കുന്നതിനായി പണിപ്പെടുന്നത്. കൂടുതൽ ജീവനക്കാരെയും സന്നദ്ധ പ്രവർത്തകരെയും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നിയോഗിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അമേരിക്കയിൽ വൈറ്റ് ഹൌസിന് സമീപത്തുണ്ടായ വെടിവയ്പിൽ നാഷണൽ ഗാർഡ് അംഗങ്ങളായ 2 പേർക്ക് പരിക്കേറ്റു. തലയ്ക്ക് വെടിയേറ്റ സൈനികരുടെ നില ഗുരുതരമാണെന്ന് FBI അറിയിച്ചിരിക്കുന്നു. ജനസാന്ദ്രതയേറിയ പരാഗട്ട് മെട്രോ സ്റ്റോപ്പിനടുത്താണ് വെടിവയ്പുണ്ടായത്. അക്രമി 15-ലധികം തവണ വെടിയുതിർത്തു എന്നാണ് റിപ്പോർട്ട്. 2021 സെപ്റ്റംബറിൽ അമേരിക്കയിലേക്ക് കുടിയേറിയ 29-കാരനായ അഫ്ഗാൻ പൗരനാണ് അക്രമിയെന്നാണ് റിപ്പോർട്ട്. ഇയാൾക്ക് ഏറ്റവും കടുത്ത ശിക്ഷ നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം. ഇമ്രാൻഖാന്റെ ജീവൻ ആപത്തില്ല എന്ന് സഹോദരി അലിമ ന്യൂസ് 18നോട് പ്രതികരിച്ചു. എന്നാൽ ഇമ്രാന് മാനുഷികമായ അവകാശങ്ങൾ പോലും നിഷേധിക്കുകയാണ് എന്നും അലീമ ആരോപിച്ചു. ഇമ്രാനെ കാണാൻ സഹോദരിക്ക് അനുമതി നൽകി. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, എന്തായാലും അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുന്നു. എന്താണ് ഇമ്രാനെ കണ്ട ശേഷം സഹോദരി പ്രതികരിച്ചത്? അശ്വതി, ഇന്ന് വൈകുന്നേരമാണ് അലിമ ഖാനും മറ്റ് സഹോദരിമാരും ഇമ്രാൻഖാനെ കാണാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരവും അതുപോലെ ചൊവ്വാഴ്ചയുമാണ് ഇമ്രാൻഖാനെ കാണാനായിട്ട് അവസരം പോലീസ് അനുവദിച്ചിരിക്കുന്നത്. ഇതിനു തൊട്ടു മുമ്പ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്നുള്ള ചില അഭ്യൂഹങ്ങൾ പടരുന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്ര വേഗത്തിൽ ഇമ്രാൻഖാനെ കാണാനൊരു അവസരം നൽകിയത്. കഴിഞ്ഞ ആഴ്ചകളിൽ ഇമ്രാൻഖാനെ കാണാനായി സഹോദരിമാർ പോയപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ള പ്രചാരണങ്ങളൊക്കെ വന്നിരുന്നു. അതിനുശേഷം അലിമ ഖാൻ ജയിലിൻ്റെ പരിസരത്ത് ഒരു സമരം, കുത്തിയിരിപ്പ് സമരം അടക്കം തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരാഴ്ചയോളം നീണ്ട കനത്ത സമരം ഉണ്ടായി. അതിനുശേഷം പ്രദേശത്തെ വാഹന ഗതാഗതം അടക്കം സ്തംഭിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നലെയാണ് ബലൂചിസ്ഥാനിൽ നിന്നുള്ള ചില ഒരു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു എക്സ്പോസ്റ്റിൽ ഇത്തരത്തിൽ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടുവെന്നും കൊലപാതകത്തിന് പിന്നിൽ
ISI അടക്കമുള്ള സംഘടനകൾ ഉണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്, അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന്, പാകിസ്ഥാന്റെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇമ്രാൻഖാനെ കാണാനായിട്ടുള്ള ഒരു അനുവാദം നൽകിയിരിക്കുന്നത്. അതിനു പിന്നാലെ അലീമ ഖാൻ ഇപ്പോൾ ന്യൂസ് 18നോട് പ്രതികരിച്ചിരിക്കുന്നു. അതായത് തൻ്റെ സഹോദരന് ജയിലിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ വരെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ താൻ 4 ആഴ്ചകൾക്ക് മുമ്പ് കണ്ടിരുന്നു, അപ്പോൾ ആരോഗ്യവാനായിരുന്നു. തൻ്റെ സഹോദരനെ തൊടാൻ ആരും ധൈര്യം കാണിക്കില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അലീമ ഖാൻ തന്നെ നേരിട്ട് ഇപ്പോൾ ന്യൂസ് 18നോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്നുള്ള അഭ്യൂഹങ്ങൾ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ഇമ്രാൻഖാനെ കണ്ടതിനു ശേഷം ഒരുപക്ഷെ അലീമ ഖാനും മറ്റ് സഹോദരിമാരും മാധ്യമങ്ങളെ കണ്ടേക്കും. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണ്, നിലവിൽ എന്താണെന്നുള്ള കാര്യങ്ങളടക്കം ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരുപക്ഷെ മാധ്യമങ്ങളോട് സംസാരിച്ചേക്കും. എന്തായാലും ഇന്നലെ വരെ ഉണ്ടായിരുന്നുള്ള അഭ്യൂഹങ്ങൾ മാറിക്കഴിഞ്ഞു. 2023 ഓഗസ്റ്റ് 5-നാണ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് വലിയ രീതിയിൽ മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ കിട്ടിയ സമ്മാനങ്ങളടക്കം മറച്ചുവെച്ചു എന്നുള്ള ആരോപണത്തിൽ ഇപ്പോൾ അറസ്റ്റിലായത്. അതിനുശേഷം 3 വർഷത്തെ കഠിന തടവിന് കോടതി ഇമ്രാൻഖാനെ ശിക്ഷിച്ചു. ആ ശിക്ഷയിലെ തടവിലാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ആഴ്ചകളായി ഇടയ്ക്കിടയ്ക്ക് ഇമ്രാൻഖാനെ കാണാനായിട്ട് സഹോദരിമാർ പോകുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചകളിൽ പോയപ്പോൾ കാണാൻ അനുവദിച്ചില്ല, സഹോദരിമാരെ അങ്ങോട്ട് കയറ്റിവിട്ടില്ല. പകരം സഹോദരനെ കാണണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ പോലീസുകാർ ആക്രമിച്ചു എന്നാരോപിച്ച് സഹോദരി അലീമ ഖാൻ അടക്കം വലിയ സമരം നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇമ്രാൻഖാനെ കാണാനായിട്ടുള്ള അവസരം സഹോദരിമാർക്ക് ലഭിച്ചിരിക്കുന്നത്. ശബരിമലയിലെ വരുമാനത്തിൽ ഗണ്യമായ വർധന. 55 കോടിയാണ് ആദ്യ 8 ദിവസത്തിനുള്ളിൽ ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 42 കോടിയാണ് ലഭിച്ചത്. സന്നിധാനത്തേക്ക് തീർത്ഥാടക പ്രവാഹം തുടരുകയാണ്. 48,634 പേരാണ് ഉച്ചയ്ക്ക് 12 മണിവരെ മല കയറിയത്. ശബരിമലയിൽ ഇക്കുറിയും റെക്കോർഡ് വരുമാനമാണ് രേഖപ്പെടുത്തിയത്. ആദ്യത്തെ 8 ദിവസങ്ങളിൽ 55 കോടി രൂപ വരുമാനമുണ്ടായി എന്നാണ് കണക്കുകൾ. അതായത് ആദ്യ 8 ദിവസത്തിനുള്ളിൽ ലഭിച്ചത് 55 കോടിയാണ്. കഴിഞ്ഞ വർഷം ഇത് 42 കോടിയായിരുന്നു. ആരോപണ വിൽപ്പനയിൽ മാത്രം 28 കോടി വരുമാനമുണ്ടായി. കഴിഞ്ഞ തവണ 15 കോടി ഉണ്ടായിരുന്ന സ്ഥാനത്താണ് അത്. 15 കോടിയാണ് കാണിക്കലിൽ നിന്നുള്ള വരുമാനവും. അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ അവലോകന യോഗത്തിൽ ഇക്കാര്യങ്ങളെല്ലാം ചർച്ചയാകും. ഒപ്പം തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങളും ചർച്ചയാകും. ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും അലംഭാവങ്ങളും എല്ലാം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായി സുഗമമായ ദർശനമാണ് ഇപ്പോൾ തീർത്ഥാടകർക്ക് ലഭിക്കുന്നത്. നമ്മൾ തീർത്ഥാടകരുമായി സംസാരിച്ചതിൽ നിന്നെല്ലാം തന്നെ ഇക്കാര്യം വ്യക്തമാണ്. രാവിലെ മുതൽ തന്നെ ഉള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനമുണ്ട്. ഇന്നലെയും ഇന്നുമായി നല്ല തോതിലാണ് തീർത്ഥാടകർ എത്തുന്നത്. പമ്പയിൽ നിന്ന് നിയന്ത്രണങ്ങളോടെയാണ് മുകളിലേക്ക് കടത്തിവിടുന്നത്. അതുപോലെ നിലയ്ക്കലിലും നിയന്ത്രണങ്ങളുണ്ട്. അതേസമയം ഇന്നലെ 87,000-ൽ പരം പേരാണ് ദർശനം നടത്തിയത്. അതിന് മുമ്പത്തെ ദിവസം 95,000 എന്നാണ് കണക്ക്. എന്നാൽ ഈ കണക്കുകൾ വെർച്വൽ ക്യൂ വഴിയുള്ള കണക്കുകൾ എന്നാണ് പറയുന്നത്. അതേസമയം തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുള്ളതായി നമുക്ക് അനുഭവപ്പെടുന്നില്ല. വലിയ തോതിൽ ജനപ്രവാഹം സന്നിധാനത്തേക്ക് ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടാവില്ല. വീക്ക് ഡേയ്സിൽ, അതായത് പ്രവൃത്തി ദിവസങ്ങളിലും തീർത്ഥാടകർ വലിയ തോതിൽ എത്തുന്നതായാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. കാനനപാത വഴിയുള്ള തീർത്ഥാടകരുടെ വരവ് ക്രമീകരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. മുക്കുഴിയിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കും. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കും. ദിവസം തെറ്റി ആളുകൾ വരുന്നത് അംഗീകരിക്കാനാകില്ല എന്നും ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു. തീർത്ഥാടനത്തിന്റെ മുഴുവൻ സൗന്ദര്യവും ഉൾക്കൊള്ളുന്നതാണ് ശബരിമലയിലേക്കുള്ള കാനനപാത. കാട്ടിലൂടെയുള്ള കയറ്റിറക്കങ്ങൾ താണ്ടി അയ്യപ്പ ദർശനത്തിനെത്തുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്നതാണ് ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനനപാത. ദിവസവും 1000-ലധികം പേർ ഇപ്പോൾ കാനനപാതയിലൂടെ ശബരിമലയിൽ എത്തുന്നുണ്ട്. വണ്ടിപ്പെരിയാർ സത്രത്തിലാണ് യാത്രയുടെ തുടക്കം. പിന്നെ കാഴ്ചകളുടെ പെരുങ്കാടാണ്. ഉപ്പുപാറ പുല്ലുമേട് വഴിയാണ് സന്നിധാനത്ത് നടന്നെത്തേണ്ടത്.
കുത്തനെയുള്ള കയറ്റവും ഇറക്കവുമുള്ള പാതയിലൂടെ സന്നിധാനത്തെത്താൻ 5 മണിക്കൂറിലധികമെടുക്കും. എങ്കിലും ഒട്ടും മടുപ്പ് തോന്നാറില്ലെന്ന പതിവായി ഇതുവഴി സന്നിധാനത്തെത്തുന്നവർ. ശബരിമല യാത്ര തുടങ്ങിയിട്ട് എനിക്ക് 10-12 വർഷമായി. പെരിയ പാതയാണ് സാധാരണ നവംബർ മണ്ഡലമാസത്തിൽ ഞങ്ങൾ പ്രിഫർ ചെയ്യാറ്. ബട്ട് പമ്പയിലെ തിരക്കും സന്നിധാനത്തെ തിരക്കും കൺസിഡർ ചെയ്ത് ഞങ്ങൾ വണ്ടിപ്പെരിയാർ പ്രിഫർ ചെയ്തു. മാത്രമല്ല വണ്ടിപ്പെരിയാറിലെ ഒരു ബ്യൂട്ടി എൻജോയ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അതൊന്ന് അനുഭവിക്കണമെന്നുണ്ടായിരുന്നു. സോ ഒരുപാട് വർഷത്തെ ആഗ്രഹങ്ങളായിരുന്നു വണ്ടിപ്പെരിയാർ വഴി വരണമെന്ന്. അത് ഞങ്ങൾ 15 അയ്യപ്പന്മാരിൽ 12 അയ്യപ്പന്മാരും കന്നിയാണ് വണ്ടിപ്പെരിയാർ വഴി വരുന്നവർ. Facilities are very good. We got some good water at the Uppupara. Bathroom facilities are very good. Obviously, there's no Viri on the way, so maybe next year that is something that can be thought about. രാവിലെ 7 മണിയോടെ വനപാലകർ ഈ പാതയിലൂടെ സഞ്ചരിച്ച് വന്യമൃഗ സാന്നിധ്യമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഭക്തരെ പ്രവേശിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമേ സത്രത്തിൽ നിന്ന് ഭക്തരെ കടത്തിവിടൂ. 13 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ വൈദ്യുതി വിളക്കുകളും കുടിവെള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നൽകുന്ന ടോക്കൺ നോക്കിയാണ് എല്ലാവരും സന്നിധാനത്ത് എത്തിയെന്ന് ഉറപ്പാക്കുന്നത്. ന്യൂസ് 18 സന്നിധാനം. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. മലപ്പുറം പെരിന്തൽമണ്ണ നഗരസഭ 6ാം വാർഡിലേക്ക് ഇടത് പിന്തുണയോടെ മത്സരിക്കുകയാണ് IMAയുടെ നേതൃനിരയിലെ പ്രമുഖനായ ഡോക്ടർ നിലാർ മുഹമ്മദ്. ഇവിടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി M ഷാഹുൽ ഹമീദിനെ പിൻവലിച്ചുകൊണ്ടാണ് LDF ഡോക്ടർ നിലാർ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്നത്. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവായ നാലകത്ത് ബഷീർ മാസ്റ്ററാണ് UDFന്റെ സിറ്റിംഗ് വാർഡിൽ മത്സരിക്കുന്നത്. കാലങ്ങളായി വാർഡ് പിടിക്കാൻ ശ്രമിക്കുന്ന LDF നടത്തുന്ന 18ാമത്തെ അടവാണ് സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഡോക്ടറെ പിന്തുണയ്ക്കുക എന്നത്. CV അനുമോദിന്റെ റിപ്പോർട്ട്. പെരിന്തൽമണ്ണ നഗരസഭയെ ഇടതുപക്ഷം അവരുടെ ഉറച്ച കോട്ടയായിട്ടാണ് കരുതുന്നത്. പക്ഷേ ആ നഗരസഭയിലെ 6ാം വാർഡ് അവർക്ക് ബാലികേറാമലയാണ്. അതുകൊണ്ട് തന്നെ 6ാം വാർഡ് പിടിക്കാൻ സാധ്യമായ എല്ലാ വഴികളും ഇടതുപക്ഷം പരീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ച ഡോക്ടർ നിലാർ മുഹമ്മദിനെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പിന്തുണ നൽകി വിജയിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചത്. അങ്ങനെ UDFന്റെ കോട്ടയായി കരുതുന്ന 6ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായ നാലകത്ത് ബഷീർ മാസ്റ്റർക്കെതിരെ ഇടതുപക്ഷ സ്വതന്ത്രനായിട്ടാണ് ഡോക്ടർ നിലാർ മുഹമ്മദ് മത്സരിക്കുന്നത്. ആദ്യമായിട്ടായിരിക്കാം അല്ലേ ഈ ഡോക്ടർമാരുടെ ഒരു സംഘം ജനങ്ങളുടെ ഇടയിൽ വോട്ട് തേടിച്ചിരുന്നത്? അതെ, ഇത് ആദ്യമായിട്ട് തന്നെയാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. നമ്മൾ സാധാരണ ഇങ്ങനെ ഇലക്ഷൻ പ്രക്രിയയിലൊന്നും സാധാരണ ഡോക്ടർമാർ പങ്കെടുക്കാറ് ഇല്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി പെരിന്തൽമണ്ണയിലെ ഡോക്ടർമാരൊരു എപ്പോഴും പൊതുജനങ്ങളെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും ഇതിന് വേണ്ടിയിട്ട് പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ നിന്നിട്ടുള്ളതും. അവരുടെ കാര്യങ്ങൾ നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ അറിയിക്കുകയും അവർക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് IMA മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. സാധാരണ ഡോക്ടർമാരെന്ന് പറയുമ്പോൾ എപ്പോഴും സാധാരണക്കാരിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നവരെന്നൊരു കൺസെപ്റ്റ് പൊതുവേ ഉണ്ട്. പക്ഷേ ഈ ഒരു വാർഡിലേക്ക് വരുമ്പോൾ എല്ലാ തരം ആളുകളും ഉൾക്കൊള്ളുന്ന ഒരു വാർഡ് കൂടിയാണ്. മാത്രമല്ല UDFന് വലിയ മേൽക്കോയ്മയുള്ള അവരുടെ ഒരു കുത്തക പോലെ കൈവശം വെച്ചിരിക്കുന്ന വാർഡ്. അതുകൊണ്ടായിരിക്കാം ഇടതുപക്ഷം അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് അങ്ങേക്ക് പിന്തുണ നൽകിയതും. എങ്ങനെയാണ് പ്രതീക്ഷ? നല്ല പ്രതീക്ഷ തന്നെയാണ്. നമുക്ക് ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാനൊരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല, ഞാൻ ഒരു പൊതുപ്രവർത്തനം കൂടെയാണ്. പൊതുപ്രവർത്തനം ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനാകാൻ പറ്റില്ല. രാഷ്ട്രീയക്കാരനൊരു പൊതുപ്രവർത്തകനാകാം. ഞങ്ങളെപ്പോഴും ഇവിടെ പ്രത്യേകിച്ച് പെരിന്തൽമണ്ണയിലെ ഡോക്ടർമാരെപ്പോഴും പൊതുജനങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊരിക്കലും ഒരു എന്താ പറയുക ചില്ലുകൊട്ടാലയത്തിലിരിക്കുന്ന ഡോക്ടർമാരല്ല. പലപ്പോഴും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും ഡോക്ടർമാർ ഒരിക്കലും സാധാരണക്കാരനായിട്ട് മിങ്കിൾ ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പെരിന്തൽമണ്ണ ഡോക്ടർ ഈ കാണുന്ന ഷാജി ഡോക്ടറായാലും ശരി, ജലീൽ ഡോക്ടറായാലും ശരി, സി ഡോക്ടറായാലും ശരി, ഷറഫുദ്ദീനായാലും ശരി, എപ്പോഴും ഞങ്ങൾ പൊതുജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ഇടയിലാണ്. പ്രത്യേകിച്ച് ഷാജി ഡോക്ടറൊക്കെ എന്നെപ്പോലെ തന്നെ ഈ സാമൂഹ്യ രംഗത്തും പൊതുപ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണത്. അപ്പോൾ അദ്ദേഹം ഈ IMAയെ മുന്നോട്ട് നയിക്കുന്നത് അദ്ദേഹം കൂടെയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് വോട്ടർമാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്? അതിൽ പ്രധാനമായിട്ടും ഒരു ആരോഗ്യ പ്രവർത്തനം നിൽക്കുന്നത് ഈ ആരോഗ്യ മേഖലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സോളിഡ് വേസ്റ്റ് ഡിസ്പോസൽ മാനേജ്മെൻറ്റ്, അത് പൊതുജനാരോഗ്യം, പിന്നെ ഇവിടുത്തെ ജനങ്ങളിൽ എല്ലാവർക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടാക്കുക എന്നുള്ളത് കൂടെ നമ്മുടെ ലക്ഷ്യമാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? തീർച്ചയായും വളരെ നല്ല പ്രതീക്ഷയാണ്. കാര്യം ഞങ്ങളുടെ IMAയുടെ ഒരു പ്രതിനിധി മത്സരിക്കുമ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാം സപ്പോർട്ടുണ്ട്. ഈ നാട്ടുകാരുടെ സപ്പോർട്ടും ഉണ്ടാകും. കാര്യം ഒരു ഡോക്ടർ നിൽക്കുമ്പം തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ജനങ്ങളിൽ നിന്നും ഉണ്ടാവും. ഇലക്ഷൻ മെഷീനറി സാധാരണ പോലെ ആയിരിക്കില്ല അല്ലേ?
തീർച്ചയായിട്ടും ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന, കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ് ഈ 6-ാം വാർഡ് പെരിന്തൽമണ്ണയിൽ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാ വീടുകളും കയറി ഇറങ്ങി വോട്ടർമാരെ കണ്ട് വോട്ട് ഉറപ്പിക്കുന്ന ശൈലിയാണോ അതോ ഫോണിൽ വിളിച്ച് എങ്ങനെയാണ്? ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ 450ഓളം വീടുകളിൽ ഏകദേശം 900 വോട്ടർമാരെ കണ്ടിട്ടാണ് നോമിനേഷൻ കൊടുത്തത് തന്നെ. അവരുടെ പൂർണ്ണ സമ്മതത്തോടാണ് നോമിനേഷൻ കൊടുത്തത് തന്നെ. നോമിനേഷൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ നോമിനേഷൻ കൊടുത്തത്. അവരുടെയൊക്കെ പൂർണ്ണ സമ്മതത്തോടെ ഞാൻ ഈ ഒരു എല്ലാവരുടെ വീടുകളിൽ ഞാൻ ഒറ്റയ്ക്ക് കയറി ഇറങ്ങി നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചിട്ടാണ് നോമിനേഷൻ കൊടുത്തത്. പെരിന്തൽമണ്ണ നഗരസഭയിലെ മുസ്ലിം ലീഗിൻ്റെ ഇളകാത്ത ഉരുക്കുകോട്ടയായിട്ടാണ് 6-ാം വാർഡ് അറിയപ്പെടുന്നത്. നാലകത്ത് ബഷീർ മാസ്റ്ററാണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷേ മുൻപില്ലാത്ത ഒരു മത്സരത്തിൻ്റെ ചിത്രമാണ് 6-ാം വാർഡിലുള്ളത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിളിക്കുന്ന ഡോക്ടർ നിലാർ മുഹമ്മദിന് അവർ പിന്തുണ കൊടുക്കുന്നു. ഒരു അട്ടിമറി പ്രതീക്ഷിച്ചാണ് അവരുടെ നീക്കങ്ങളൊക്കെ. എങ്ങനെ കാണുന്ന ഒരു സാഹചര്യത്തിൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ഉരുക്കുകോട്ടയാണ് 6-ാം വാർഡ്. കഴിഞ്ഞ പ്രാവശ്യം അത് 5-ാം വാർഡ്. വെറും 163 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് ആ വാർഡിൽ കിട്ടിയത്. ആ സമയത്ത് UDF 511 വോട്ട് കിട്ടിയ മണ്ഡലമാണ്. ഈ പ്രാവശ്യം 944 വോട്ടാണുള്ളത്. 56 പേര് ഗൾഫിലും ബാക്കി 25 പേര് മരണപ്പെട്ടു. ബാക്കി 800-ന് മുകളിൽ മാത്രമേ വോട്ടുള്ളൂ. അതിൽ മൃഗീയ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷം ഇവിടെയുണ്ട്. ഈ വാർഡിലെ ജനങ്ങൾ ഒരിക്കലും UDF കൈവിടില്ല. അത് ഞങ്ങൾ എതിർ സ്ഥാനാർത്ഥി ആരാണോ എന്ന് ഞങ്ങൾക്ക് യാതൊരു വിഷയവുമില്ല. മാർക്സിസ്റ്റ് പാർട്ടി പല പാപ്പരത്തരങ്ങളും കാണിക്കുന്നുണ്ട്, അത് ഞങ്ങളുടെ വിഷയമല്ല. അവർ എല്ലാ അടവുകളും പറ്റി നോക്കിക്കോട്ടെ, യാതൊരു പ്രശ്നം നമുക്കില്ല. UDF ശക്തമാണ്. UDFൻ്റെ ഉരുക്കുകോട്ടയാണ്. ആ ഉരുക്കുകോട്ട പോലെ തന്നെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഇപ്രാവശ്യം UDF ഭരിക്കുകയാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുർഭരണത്തിൽ സഹികെട്ട മാർക്സിസ്റ്റുകാരാണ് പറയുന്നത് ഞങ്ങളെ നിങ്ങളൊന്ന് ഇറക്കിത്തരൂ എന്നുള്ളത്. ഞങ്ങളെ നിങ്ങളൊന്ന് ഇറക്കിത്തരൂ. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ 2 വിഭാഗം ജനങ്ങളാണുള്ളത്. ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഭരണം കൊണ്ട് അഴിമതി നടത്തി പണമുണ്ടാക്കുന്ന ഒരു വിഭാഗം. ഒരു വിഭാഗം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ വാൾ പോസ്റ്റ് ഒട്ടിച്ച് കഷ്ടപ്പെട്ട് നടക്കുന്നൊരു വിഭാഗം. ആ കഷ്ടപ്പെട്ട് നടക്കുന്ന വിഭാഗത്തിന് ഈ പ്രസ്ഥാനത്തെ മടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു അനന്തരഫലം ഈ 11-ാം തീയതി കഴിഞ്ഞ് 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ അത് കാണും. ഇപ്പോഴത്തെ ഈ 6-ാം വാർഡിൽ കഴിഞ്ഞ തവണ UDF 2 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. LDF സ്ഥാനാർത്ഥി വേറെയും. ജയിച്ചു വരുന്നവർ UDF പ്രതിനിധി എന്നായിരുന്നു UDF നേതൃത്വത്തിൻ്റെ നിലപാട്. അങ്ങനെ ജയിച്ചവരെ അവിടെ UDF അംഗമായി കണക്കാക്കുകയും ചെയ്തു. ആ വാർഡാണ് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഡോക്ടർ നിലാർ മുഹമ്മദിലൂടെ UDF അട്ടിമറിച്ച് ഇടതുപക്ഷം നേടാൻ ശ്രമിക്കുന്നത്. ആര് ജയിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അഖിലോട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കാസർഗോഡ് സബ് ജയിലിൽ റിമാൻഡ് പ്രതി മരിച്ചത് മർദ്ദനമേറ്റല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണകാരണം കണ്ടെത്താനായി ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഇന്നലെയാണ് പോക്സോ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞ മുബഷീർ മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് പോക്സോ കേസിൽ കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ മുബഷീർ മരിച്ചത്. മരണം മർദ്ദനമേറ്റാണെന്നും ദുരൂഹതയുണ്ടെന്നും ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു. എന്നാൽ മർദ്ദനമേറ്റല്ല മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഹൃദയാഘാതത്തിന്റെ ലക്ഷണവും കണ്ടെത്താനായില്ല. മരണകാരണമറിയാൻ ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെയാണ് മുബഷീറിനെ ജയിൽ അധികൃതർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചു. വിദേശത്തായിരുന്ന മുബഷീർ 2 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. 3 ആഴ്ച മുമ്പ് പോക്സോ കേസിൽ അറസ്റ്റിലായി. സംഭവത്തിൽ ടൗൺ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കാസർഗോഡ്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് 2-ാം മൈൽ വ്യൂ പോയിന്റും പരിസര പ്രദേശങ്ങളും. കോടമഞ്ഞു പുതച്ച മലനിരകളും തേയിലച്ചെടികൾ കൊണ്ട് പച്ചവിരിച്ച മൊട്ടക്കുന്നുകളുമൊക്കെ 2-ാം മൈലിനെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കും. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ചിത്തിരപുരവും 2-ാം മൈലും. നിരവധി പേർ യാത്രാമധ്യേ വിശ്രമത്തിനായി തെരഞ്ഞെടുക്കുന്ന 2-ാം മൈലിന്റെ മനോഹാരിത വേറെ തന്നെയാണ്. തെക്കിന്റെ കശ്മീർ എന്ന വിശേഷണമുള്ള മൂന്നാറിന്റെ എല്ലാ ഭംഗിയും അതേപോലെ ലഭിച്ച പ്രദേശമാണിത്. രണ്ടാം
മൈലിലെത്തുമ്പോൾ വിശ്രമത്തിനൊപ്പം സഞ്ചാരികൾ മനോഹരമായ ചിത്രങ്ങൾ പകർത്താനും സമയം കണ്ടെത്താറുണ്ട്. ഇടവിട്ടുള്ള തണുത്ത കാറ്റും ചാറ്റൽ മഴയോടൊപ്പമുള്ള കോടമഞ്ഞും 2ാം മൈലിന്റെ പ്രത്യേകതയാണ്. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ചിത്തിരപുരവും പള്ളിവാസലും ഇരുട്ടുകാനവും എല്ലാം ഉൾപ്പെട്ട പ്രകൃതിയുടെ വിദൂര ദൃശ്യവും സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടപ്പെടും. മഴ കുറഞ്ഞതോടെ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. 2 മിനിറ്റിൽ 107 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച് 4 വയസ്സുകാരൻ. വളാഞ്ചേരി സ്വദേശി ആൽവിൻ എന്ന കൊച്ചുമിടുക്കനാണ് പൊതുവിജ്ഞാന സംബന്ധമായ 107 ചോദ്യങ്ങൾ 1 മിനിറ്റ് 58 സെക്കൻഡിൽ ഉത്തരം പറഞ്ഞ് താരമായത്. അമ്മ തന്നെയാണ് ആൽവിനെ പരിശീലിപ്പിച്ചത്. ഒരു കൊച്ചുകുട്ടിയുടെ ബുദ്ധി, അതും ഒരു 4 വയസ്സുകാരന്റെ. അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. പക്ഷേ ആ ധാരണകളൊക്കെ തിരുത്തിക്കുറിക്കുകയാണ് വളാഞ്ചേരിക്കടുത്ത് വലാർത്തപ്പടി ചക്കുംപടിയിൽ താമസിക്കുന്ന ആൽവിൻ. പൊതുവിവരത്തിൽ ഈ 4 വയസ്സുകാരന്റെ വിജ്ഞാനവും അറിവും ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളും പക്ഷി മൃഗാദികളുടെ പേരുകളും ലോകത്തെ മുൻനിര വാഹന നിർമ്മാതാക്കളുടെ പേരുകളും ആൽവിൻ ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ പറയും. കാട്ടിലെ രാജാവ്, ഏറ്റവും വലിയ കണ്ണുള്ള പക്ഷി, തലയില്ലാതെ ഒരാഴ്ച ജീവിക്കാൻ കഴിയുന്ന ജീവി, തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ജീവി, കരയിലെ ഏറ്റവും ഉയരം കൂടിയ ജീവി, കരയിലെ ഏറ്റവും വലിയ ജീവി, മരുഭൂമിയിലെ കപ്പൽ, നീളം കൂടിയ മൂക്കുള്ള ജീവി, വേഗത്തിൽ ഓടുന്ന പക്ഷി, കർഷകന്റെ മിത്രം, കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി. ആൽവിന്റെ ഈ കഴിവിന് കേരള ബുക്ക് ഓഫ് റെക്കോർഡിന്റെ അംഗീകാരവും ലഭിച്ചു. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളും പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മഹാത്മാഗാന്ധിയുടെ ഭാര്യ എന്നിവരുടെ പേരുകളും 15ഓളം പക്ഷികളുടെയും ജീവികളുടെയും പേരുകളും ലോകത്തെ മുൻനിര വാഹന നിർമ്മാതാക്കളുടെയും അവയുടെ രാജ്യങ്ങളും അങ്ങനെ 107 ചോദ്യങ്ങൾക്ക് 1 മിനിറ്റ് 58 സെക്കൻഡിൽ ഉത്തരം നൽകിയാണ് ആൽവി റെക്കോർഡ് ബുക്കിൽ മുത്തമിട്ടത്. ആൽവിന്റെ കഴിവ് മനസ്സിലാക്കിയ അമ്മ തന്നെയാണ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. പിന്നീട് ഓൺലൈനായി അപേക്ഷയും നൽകി. ശേഷം റെക്കോർഡ് ബുക്ക് അധികൃതരുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ചോദ്യങ്ങൾ തയ്യാറാക്കി വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു താല്പര്യം തോന്നിയെന്ന്. പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ അധികം ഐഡന്റിഫിക്കേഷനിലൊക്കെയാണ് നിൽക്കല്. അപ്പോൾ ഇവന്റെ ഏട്ടൻ ഇതേപോലെ ക്യൂസിനൊക്കെ പങ്കെടുക്കാറൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് കാരണം അതിലേക്കൊരു താല്പര്യമുണ്ട്. പറഞ്ഞു കൊടുത്തപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനൊക്കെ ഉണ്ട് കണ്ടപ്പോൾ അങ്ങനെ കുറച്ച് പറഞ്ഞു കൊടുത്തു. ആ രീതിയിൽ പിന്നെ അവർക്ക് അയച്ചപ്പോൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ കവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിങ്ങനെ എന്താ പറയുക, കുറച്ച് പ്രാക്ടീസൊക്കെ കൊടുത്തപ്പോൾ അങ്ങനെ. വളാഞ്ചേരി വലാർത്തപ്പടി സ്വദേശി സജീഷ് സൗമ്യ ദമ്പതികളുടെ മകനാണ് ആൽവിൻ. ഇവരുടെ മൂത്ത മകനായ 5ാം ക്ലാസ്സുകാരൻ അദ്രിനാഥ് ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് കണ്ടാണ് ആൽവിനും പഠനത്തോട് താല്പര്യമുണ്ടായത്. ഇലക്ട്രോണിക് ഡിപ്ലോമ ബിരുദധാരിയായ സൗമ്യയാണ് ആൽവിനെ പരിശീലിപ്പിച്ചത്. സജീഷ് വയറിംഗ് പ്ലംബിംഗ് ജോലിക്കാരനാണ്. ന്യൂസ് 18 തിരൂർ. ഇന്നത്തെ സ്വർണ്ണവില. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,710 രൂപ, പവന് 93,800 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 9,690 രൂപ, പവന് 77,520 രൂപ. വെള്ളി ഗ്രാമിന് 173, കിലോയ്ക്ക് 1,73,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സ്പോർട്ട് ലൈവിൽ ടോം കുര്യാക്കോസ്.